منها فاطمة هداية سلطانة. അസ്സലാമു അലൈക്കും മിൻഹ. വഅലൈക്കും അസ്സലാം ഹിദായ. നീ തകർദിൽ എങ്ങോട്ടാ? ഒരു കല്യാണമുണ്ട്, അതിന് മേക്കപ്പ് ചെയ്യാൻ ബ്യൂട്ടി പാർലറിലേക്ക്. അതും കല്യാണവുമായി എന്താ ബന്ധം? എടി പെണ്ണ്, എന്റെ പിരുകം ഒന്ന് ത്രെഡ് ചെയ്ത് മുഖവും ഫേഷ്യൽ ചെയ്തിട്ട് വരാം. നിനക്ക് ഈ സൗന്ദര്യമൊക്കെ പോരെ? ഇപ്പോൾ തന്നെ നീ സുന്ദരിയല്ലേ? നീ എന്നെ ഇങ്ങനെ പുകഴ്ത്താൻ ഇതൊന്നും ചെയ്യാറില്ലേ? അസ്തഗ്ഫിറുല്ലാഹ്, ഞാനൊന്നും അവിടെ പോയിട്ടില്ല. നീ കല്യാണത്തിന് പോകുമ്പോൾ ബ്യൂട്ടി പാർലറിൽ പോകാതെയാ പോകുന്നത്? എനിക്ക് എന്റെ റബ്ബ് തന്ന സൗന്ദര്യമൊക്കെ മതി. അതിൽ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് എന്റെ റബ്ബിനെ ഭയമുണ്ട്. നിന്റെ കൂടെ സംസാരിച്ച് ബ്യൂട്ടി പാർലർ അടച്ചിട്ട് ചേച്ചി വീട്ടിൽ പോകും. എന്റെ മിൻഹ, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. നാളെ റബ്ബിന്റെ കോടതി ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും. നരകത്തിൽ ഇതിനൊക്കെ നല്ല ശിക്ഷയും കിട്ടും. ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകുന്നത് നിനക്ക് അസൂയ കൊണ്ടാണെങ്കിൽ ആർക്ക് പറഞ്ഞൂടെ? ഞാനെന്തിനാ സ്വയം പറയണം? പിന്നെ നീ എന്നെ എന്തിനാണ് ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്? അപ്പോ നീ ഇതൊക്കെ ഇട്ടാൽ എങ്ങനെ നിന്റെ മുഖം ശരിയാകും? ഇതൊക്കെ ഇട്ടാൽ നിന്റെ മുഖം ശരിയാവുകയില്ല. അതിനാരൊന്നും എടുക്കുന്നു? എന്റെ മേക്കപ്പ് മുഴുവൻ വെള്ളത്തിലാവുകയില്ലേ? അപ്പോൾ നീ നമസ്കരിക്കാറുമില്ലേ? വല്ലപ്പോഴുമൊക്കെ. മിൻഹ, നീ ദുനിയാവിനെ പറ്റി മാത്രമാണ് ചിന്തിക്കുന്നത്. നാളെ നമ്മൾ മരണപ്പെടുന്നവരാണ്. നീ ആഖിറത്തെ പറ്റി ചിന്തിക്കാറുണ്ടോ? അവിടെ നമ്മൾ ഈ ചെയ്യുന്ന തെറ്റിനൊക്കെ ശിക്ഷയുണ്ട്. ആഖിറത്ത് അതെന്താണ് സാധനം? നീ ഇതൊക്കെ മദ്രസയിൽ വരാത്തതിന്റെ കുഴപ്പമാ. മദ്രസയിൽ വന്നിരുന്നെങ്കിൽ നീ ഇതൊക്കെ പഠിച്ചു പോയേനെ. എന്റെ പഠിച്ചോനെ, എനക്കൊന്നും വലിയ ഉസ്താദുമാരുടെ നടി വാങ്ങിക്കൂട്ടാ. ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. മദ്രസയിൽ വന്ന് പഠിച്ചനുസരിച്ച് ജീവിച്ചാലേ നാളെ ആഖിറത്തിൽ വിജയിക്കാൻ സാധിക്കൂ. നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ നിന്നെ ഉപദേശിക്കുകയാണെന്നൊന്നും കരുതരുത്. നീ തെറ്റായ രീതിയിൽ നടന്നപ്പോൾ സങ്കടം തോന്നി. നീ മരിച്ചു കാണുന്ന അവസ്ഥയെ പറ്റി നീ ചിന്തിക്കാറുണ്ടോ? ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? നീ ഇനി മുതൽ ബ്യൂട്ടി പാർലറിലൊന്നും പോകാതെ 5 നേരം നമസ്കരിച്ച് ശരീരം അറിയുന്നതിനുള്ള രീതിയിലുള്ള വസ്ത്രം ധരിച്ചാൽ മതി. ഇതുവരെ ചെയ്ത തെറ്റുകളെല്ലാം പഠിച്ചവൻ നമുക്ക് പുറത്തു തരട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഞാൻ ഇനി ഇസ്ലാമികത്തായ പെൺകുട്ടിയായി ജീവിക്കും. 5 നേരം നമസ്കരിച്ച് ഖുർആൻ പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് 10-15 വയസ്സായല്ലോ. ഞാൻ ഇനി എങ്ങനെ മദ്രസയിൽ പോയി പഠിക്കും? അതിനെന്താ മിൻഹ, നിനക്ക് ഖുർആൻ പഠിക്കാനും മറ്റ് ദീനീപരമായ കാര്യങ്ങൾ പഠിക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. അതെന്താണ്? ഇപ്പോ ഓൺലൈനിലും അല്ലാതെയുമൊക്കെ ഒരുപാട് താൽപര്യ ക്ലാസ്സുകളും മറ്റു ദീനീപരമായ ക്ലാസ്സുകളും ഒക്കെ നടക്കുന്നുണ്ട്. നീ എന്തായാലും അതിൽ സമയം കളയാതെ ചേരാൻ നോക്കാം. നിനക്ക് ഇതിലൂടെ ഖുർആൻ ഓതാനും നമസ്കരിക്കാനും ഒക്കെ സാധിക്കും. ദീൻ അനുസരിച്ച് നല്ലൊരു പെൺകുട്ടിയായിട്ട് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഞാൻ ഇനി ദീനിയായ പെൺകുട്ടിയായി ജീവിക്കും. നീ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. ഇൻഷാ